ഹലോ ഹലോ. രാവിലെ നല്ല മഴയാണ്. സമയം ഇപ്പോൾ ഒരു 5 മണിയാണ്. ഈ അപ്പച്ചനെ കണ്ടു. ഈ അപ്പച്ചൻ രാവിലെ ആണെങ്കിൽ 5 മണിക്ക് വരും. 5 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ പുള്ളിക്കാരൻ വന്ന് കടയൊക്കെ തുറന്ന് മുറ്റമൊക്കെ വൃത്തിയാക്കി റെഡിയാക്കും. പുള്ളിക്കാരൻ്റെ താഴെ പലചരക്ക് കടയാണ്. ഇവിടെ വേറെയും കടകൾ താഴെയുണ്ട്. അവരൊക്കെ എല്ലാവരും ലേറ്റായിട്ടേ കട തുറക്കത്തുള്ളൂ. പക്ഷെ അപ്പച്ചൻ മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും എല്ലാം കറക്റ്റ് 5 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ കട വന്ന് തുറന്നിരിക്കും. അതുപോലെ തന്നെ രാത്രി എല്ലാവരും കട അടച്ചിട്ടേ പുള്ളിക്കാരൻ കട അടയ്ക്കത്തുള്ളൂ. ഏകദേശം 11 മണിയൊക്കെ കഴിയും. അതുപോലെ തന്നെ അടുത്ത ദിവസം വീണ്ടും 5 മണിക്ക് വരികയും ചെയ്യും. ഇപ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ ലൈഫിൽ ഇത്രയും ഒരു അധ്വാനശീലം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എവിടെയോ എത്തിപ്പോയേനെ. അപ്പം അതേപോലെ അടുക്കളയിൽ വന്നിട്ട് എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉലുവ വെള്ളം തിളപ്പിക്കാൻ വെക്കുകയാണ്. ഇന്ന് ഞാൻ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ഞാൻ തിരുമ്മി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെളിയിലെടുത്ത് വെക്കണം. നമ്മൾ ഈ തേങ്ങ തിരുമ്മിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് പകരം ഫ്രീസറിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ദിവസം നമുക്ക് അത് കേടാവാതെ ഇരിക്കും. അതൊരു യൂസ്ഫുള്ളായി എനിക്കിത് തോന്നിയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെക്കുന്നതിനേക്കാളും കൂടുതൽ ദിവസം നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ പന്നലാവാതെ വെക്കുക. നമുക്ക് എപ്പോഴാണോ ആവശ്യം അന്നേരം എടുത്ത് നമുക്ക് കുറച്ച് നേരത്തെ ഇത് വെളിയിലെടുത്ത് വെച്ച് യൂസ് ചെയ്താൽ മതി. ഉലുവ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കുടിക്കുകയാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ ഈ ചായ, കോഫി അതുപോലുള്ള സാധനങ്ങൾ കുടിക്കുന്നതിന് പകരം നമ്മൾ എന്തെങ്കിലും ഇതുപോലെയുള്ള സ്പൈസസ് ഇട്ട് തിളപ്പിച്ച ജീരകം, ഉലുവ, മല്ലി അങ്ങനെയുള്ള എന്തെങ്കിലും സ്പൈസസ് ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് ഭയങ്കര നല്ലതായിരിക്കും. അതുപോലെ ഈ ഗാസ്ട്രിക് ഇഷ്യൂ ഒക്കെ ഉള്ളവർക്ക് രാവിലെ വെറും വയറ്റിൽ ചായ കുടിക്കരുത്. ചെറു ചൂടുവെള്ളമോ അല്ലെങ്കിൽ സാദാ വെള്ളമൊക്കെ കുടിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ കുറേ നാളുകൾ കൊണ്ട് എൻ്റെ ശീലമാണ് രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ ഒന്നുകിൽ സാദാ എന്താ പറയുന്നത് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളം അങ്ങനെ എന്തെങ്കിലും. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് രാമശ്ശേരി ഇഡ്ഡലി. ഞാനൊരു വീഡിയോയിൽ രാമശ്ശേരി ഇഡ്ഡലി കണ്ടായിരുന്നു. നെയ്യും ഇഡ്ഡലിപ്പൊടിയും സാമ്പാറും ചമ്മന്തിയൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കുന്നത്. അന്നേരം തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ക്രേവിങ് തുടങ്ങിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് അതിന് വേണ്ടിയിട്ട് ഞാൻ തലേദിവസം മാവൊക്കെ അരച്ച് വെച്ചു. ഇന്ന് എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം ചമ്മന്തി അരയ്ക്കാൻ പോവുകയാണ്. തേങ്ങാ ചമ്മന്തി ഞാൻ കുറച്ച് ലൂസായിട്ടാണ് അരച്ചെടുക്കുന്നത്. കാരണം ഞാൻ ആ കണ്ട വീഡിയോയിൽ രാമശ്ശേരി ഇഡ്ഡലിയുടെ കോംബോ എന്ന് പറയുന്നത് ഇഡ്ഡലിപ്പൊടിയും അതിൻ്റെ കൂടെ ലൂസായിട്ടുള്ള വൈറ്റ് ചട്നിയാണ്. അപ്പം ഞാൻ കറക്റ്റ് അതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ലൂസായിട്ട് കുറച്ച് വൈറ്റ് ചട്നി. സാമ്പാർ ഞാൻ ഉണ്ടാക്കുന്നില്ല, ചട്നി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ രാമശ്ശേരി ഇഡ്ഡലി എന്ന് പറയുമ്പോൾ പ്രോപ്പർ അങ്ങനെ രാമശ്ശേരി ഇഡ്ഡലിയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് രാമശ്ശേരി ഇഡ്ഡലിയൊക്കെ, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ ഉണ്ടാക്കി നോക്കുകയാണ്. എന്തെങ്കിലും നാട്ടിൽ വരുമ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഈ ഒരു ഇഡ്ഡലീനെയും അതും വെച്ചിട്ട് ഞാനൊന്ന് വിലയിരുത്തി നോക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന്. ഫ്രീസറിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചിരുന്ന ഈ തേങ്ങയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അത് നല്ല അതിൻ്റെ ആ ഒരു കട്ടിയൊക്കെ പോയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി അതിലേക്ക് ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ട് കറിവേപ്പില അതും കൂടി ഇട്ട് നന്നായിട്ട് ഞാൻ അരച്ചെടുക്കും. ഞാൻ വെള്ളച്ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കോംബോ ആയിട്ട് ഞാൻ കണ്ടത് വൈറ്റ് ചട്നി ആയിരുന്നു.
ഇനി ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. സാധാരണ ഇത് മൺകലത്തിൽ ഉണ്ടാക്കുന്നതാണ് കണ്ടത്. എൻ്റെ ഈ മൺകലം ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെ ഒരു ചട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളം നിറച്ചൊഴിച്ചിട്ട്, നിറച്ചല്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു കോട്ടൻ്റെ തുണി, എൻ്റെ ഈ തോർത്താണുള്ളത്, കഴുകി വെച്ചിരിക്കുന്ന യൂസ് ചെയ്യാത്ത ആ ഒരു തോർത്ത് ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്ത് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഒന്ന് നനച്ചിട്ടാണ് ഞാനിത് കെട്ടിക്കൊടുക്കുന്നത്. ഇതിന് നന്നായിട്ട് കെട്ടിയ ശേഷം നമ്മൾ തീയിൽ വെക്കുക. തീയിൽ വയ്ക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് അതിൻ്റെ സൈഡൊക്കെ തോർത്തൊക്കെ അത് തീയിൽ കൊള്ളാതെ നോക്കണം. അത് നന്നായിട്ട് നമ്മൾ മുകളിലേക്ക് വെച്ച് കെട്ടിയിട്ട് വേണം അത് വെക്കാനായിട്ട്. എന്നിട്ട് ഞാൻ കുറച്ച് മാവ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ ദോശയ്ക്കൊന്ന് ചെറുതായിട്ട് പരത്തത്തില്ലേ, അതുപോലെ ഒന്ന് ചെറുതായിട്ട് നമ്മൾക്ക് പരത്തിയിട്ട് ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം. അത്രയേ ഉള്ളൂ സംഭവം. ഇത് ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് വേണം, അടുക്കള കത്തിക്കരുത്. ഞാൻ ഈ തോർത്തെല്ലാം നന്നായിട്ട് മുകളിലോട്ട് കെട്ടി വച്ചിട്ടാണ് തീയിൽ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, സിമ്മിൽ തീ വെക്കണം. സിമ്മിൽ വെച്ചിട്ട് നമ്മളതിനെ എന്താ പറയുന്നത് വേവിച്ചെടുക്കണം. എനിക്കിത് സക്സസ് ആവുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ സൈഡിൽ ഇഡ്ഡലി കുട്ടകത്തിൽ കട്ടോരി ഇഡ്ഡലിയും വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു കിണ്ണിയിൽ 2 ഇഡ്ഡലിയും കൂടെ വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ കാണുന്നത് പോലെ എൻ്റെ ഇഡ്ഡലി ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല നന്നാവുമെന്ന്, ഞാൻ വിചാരിച്ചു ഫ്ലോപ്പായി പോകത്തേ ഉള്ളൂ. പക്ഷേ നന്നായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ രണ്ടാമത്തേതും അതിലേക്ക് പരത്തി ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയായി. അപ്പം ആദ്യത്തെ പരീക്ഷണം തന്നെ സക്സസ് ആയതിൽ. പിന്നെ ഞാൻ സൈഡിൽ ചായ വെച്ചു, അത് തിളച്ച് വരുന്നുണ്ട്. ഇനി ഞാൻ പാത്രത്തിലേക്ക് സെർവ് ചെയ്യുകയാണ്. നല്ല ചൂട് ദോശ, രാമശ്ശേരി എന്ന് വേണമെങ്കിൽ പറയാം. ഇഡ്ഡലി വെച്ചതിന് ശേഷം ഞാൻ ഇഡ്ഡലിപ്പൊടി വിതറി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലൂടെ അല്ല, സൈഡിൽ കൂടെ ഞാൻ ലൂസായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് തേങ്ങ ചട്നി. പിന്നെ നമ്മളുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് നെയ്യാണ്. അതിൻ്റെ മുകളിൽ കൂടെ നെയ്യ് ഇങ്ങനെ ഒഴിച്ച് കുഴച്ച് കഴിക്കണം. എന്ത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നെന്നറിയാം. ഞാൻ ഇഡ്ഡലിപ്പൊടിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയും ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കണം. അപ്പം അത്രയേ ഉള്ളൂ. എൻ്റെ ഈ കിണ്ണിയിൽ വെച്ചിരുന്ന ഇഡ്ഡലിയും ഏകദേശം നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ ഒരു കൊച്ച് മോർണിംഗ് റുട്ടീൻ വ്ളോഗായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആരെങ്കിലും ട്രൈ ചെയ്യുകയാണെങ്കിൽ സൂക്ഷിച്ച് ട്രൈ ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ഈ ഒരു മോർണിംഗ് റുട്ടീൻ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ. ഇഡ്ഡലിപ്പൊടിയുടെ റെസിപ്പി കുറേ വരുന്നുണ്ട്, അതും കൂടെ കണ്ടു നോക്കുക കേട്ടോ. ഇഡ്ഡലിപ്പൊടിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അളവൊക്കെ ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനൊരു പാൻ വെച്ചിട്ട് അതിൽ നമ്മൾ എണ്ണയൊന്നും ചേർക്കാതെ അതിനെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് നമ്മളതിനെ എന്താ പറയുന്നത്, കരിക്കാൻ പാടില്ല. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആകുമ്പോൾ എടുത്ത് മാറ്റുക. പിന്നെ ഓരോന്നായിട്ട് നമ്മൾ അതിനെ റോസ്റ്റ് ചെയ്തെടുക്കും. കാരണം ഓരോന്നിൻ്റെയും അത് ഫ്രൈ ആവുന്ന ടൈം ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓരോന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. എല്ലാം കൂടി ഇട്ട് ചെയ്താൽ ചിലത് നന്നായിട്ട് റോസ്റ്റായി കാണും, ചിലതാവത്തില്ല. അതുകൊണ്ട് ഞാൻ ഓരോന്നാണ് റോസ്റ്റ് ചെയ്യുന്നത്.
ഇഡ്ഡലിപ്പൊടി കൂടുതലും എനിക്ക് തോന്നുന്നു തമിഴ്നാട്ട്, തെലുങ്കര് അവരൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. നാട്ടിലിങ്ങനെ ഒരുപാട് ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇനി ഇപ്പോഴ് ആളുകളിങ്ങനെ ഓരോന്ന് കണ്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഞങ്ങളാണെങ്കിൽ ഇവിടെ ആന്ധ്രാഭവനിൽ പോവും. ആന്ധ്രാഭവനിൽ പോകുമ്പോൾ അവിടുത്തെ ടേബിളിൽ അവർ ഇതുപോലെ ഗൺ പൗഡറും ഈ നെയ്യും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ടാവും. നല്ല രസമാണ് അതിങ്ങനെ ചോറിലൊഴിച്ച്, നല്ല ചൂട് ചോറിൽ ആ പൊടി ഒഴിച്ച് ഇച്ചിരി നെയ്യൊക്കെ ഇട്ട് കുഴച്ച് കഴിക്കാനായിട്ട് എന്ത് അടിപൊളി ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ ഞാനിതിവിടെ എല്ലാം കൂടെ റോസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കായം അതുപോലെ തന്നെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഈ ഒരു മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കുക. മിക്സിയുടെ ജാറ് ഡ്രൈ ആയിട്ടുള്ളതാണ്, വെള്ളമൊന്നും പാടില്ല. എന്നിട്ട് നമ്മളിതിനെ നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് എപ്പോഴൊക്കെയാണോ ആവശ്യം അപ്പോഴൊക്കെ യൂസ് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇഡ്ഡലിയുടെ കൂടെ, ഇഡ്ഡലി, ദോശ, അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ നെയ്യ് ഒഴിച്ച് കഴിക്കാം, അല്ലെങ്കിൽ കേർഡ് റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആന്ധ്രാഭവനിൽ അതിൻ്റെ ടേസ്റ്റ് വേറൊരു അടിപൊളി ടേസ്റ്റ്, എനിക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്കും യമ്മിയാണ്. ഇനി ഞാൻ എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഡ്ഡലിപ്പൊടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.